അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിവോ, ഭാഗ്യമോ, പണമോ, ബന്ധങ്ങളോ ഒന്നും ആവശ്യമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഇതിനുവേണ്ടി പുതിയ ഒരു മൊബൈൽ ആപ്പ് വേണ്ട, ഒരു രഹസ്യ ദിനചര്യയുമില്ല. വേണ്ടത് ഒരു ശീലം മാത്രം. സാധാരണ ആളുകൾ അവഗണിക്കുന്ന വളരെ ലളിതമായ ഒരു ശീലം, പക്ഷേ അത് വളരെ ശക്തമാണ്. ചാണക്യൻ, ബുദ്ധൻ, സ്റ്റോയിക്സ് തുടങ്ങിയ പുരാതന ചിന്തകർ അതിനെ ചുറ്റിപ്പറ്റിയാണ് അവരുടെ ജീവിതം കെട്ടിപ്പടുത്തത്. ഈ ഒരു ശീലത്തിൽ നിങ്ങൾ പ്രാവീണ്യം നേടിയാൽ നിങ്ങളുടെ അച്ചടക്കം മെച്ചപ്പെടും, നിങ്ങളുടെ ആത്മവിശ്വാസം ഉയരും, നിങ്ങളുടെ ഭാവി ഒരു പുതിയ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. വീഡിയോയുടെ അവസാനം വരെ തുടരുക, കാരണം ഈ ശീലം നിങ്ങൾ ചെയ്യുന്നതിനെ മാത്രമല്ല, നിങ്ങൾ ആരായിത്തീരുന്നു എന്നതിനെയും അത് തീരുമാനിക്കുന്നു. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. മിക്ക ആളുകളും മാറ്റം ആഗ്രഹിക്കുന്നു, എന്നാൽ അവർ മോട്ടിവേഷനെ ആശ്രയിക്കുന്നു. മോട്ടിവേഷൻ വരും പോകും, അതുകൊണ്ടാണ് മിക്ക ആളുകളും ഉപേക്ഷിക്കുന്നത്. എന്നാൽ ചരിത്രം നമുക്ക് വ്യത്യസ്തമായ ഒന്ന് കാണിച്ചു തരുന്നു. യഥാർത്ഥ മാറ്റം ഒരിക്കലും മോട്ടിവേഷനോടെ ആരംഭിക്കുന്നില്ല, അത് ഒരു ശീലത്തോടെയാണ് ആരംഭിക്കുന്നത്. ഇന്ന് വെറും 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ഒരു ശീലം എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു മടിയനായാലും ആശയക്കുഴപ്പത്തിലായാലും എന്തെങ്കിലും കുഴപ്പത്തിലാണെങ്കിലും ഇന്ന് തന്നെ അത് എങ്ങനെ ആരംഭിക്കാമെന്ന് പരിശോധിക്കാം. ഒരു ശീലം. ചെറിയ വാഗ്ദാനങ്ങളിലൂടെ ദൈനംദിനം സ്വയം അച്ചടക്കം പാലിക്കുക. ശീലം ലളിതമാണ്. എല്ലാ ദിവസവും ഒരു ചെറിയ അസുഖകരമായ പക്ഷെ ആവശ്യമുള്ള ജോലി ഒഴികഴിവുകളൊന്നുമില്ലാതെ ചെയ്യുക. അതായത് എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നില്ലാത്തത്, ബുദ്ധിമുട്ടുള്ള ഒരു ചെറിയ പ്രവൃത്തി തിരഞ്ഞെടുക്കുക. എന്നാൽ അത് നിങ്ങളുടെ ഭാവിക്ക് നല്ലതാണെന്ന് നിങ്ങൾക്കറിയാം. എന്തായാലും അത് ചെയ്യുക. മാറ്റിവെക്കുകയോ ന്യായീകരിക്കുകയോ അതിൽ നിന്നും രക്ഷപ്പെടുകയോ ചെയ്യാതെ ആ പ്രവൃത്തി ചെയ്യുക. അത്രമാത്രം. വലിയ ലക്ഷ്യമില്ല, നാടകീയമായ പരിവർത്തനമല്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാത്തപ്പോൾ ദിവസവും ചെയ്യുന്ന ഒരു ചെറിയ അച്ചടക്കം. ചാണക്യൻ പറഞ്ഞു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരാൾ തൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നു. അച്ചടക്കം എന്നത് ഒരു ശിക്ഷയല്ല, അത് പ്രവൃത്തിയിലെ ആത്മാഭിമാനമാണ്. മിക്ക ആളുകളും പരാജയപ്പെടുന്നത് എന്തുകൊണ്ട്? ആളുകൾ ശരിയായ മാനസികാവസ്ഥക്കായി കാത്തിരിക്കുന്നു, അവർ മോട്ടിവേഷനായി കാത്തിരിക്കുന്നു, അവർ ആത്മവിശ്വാസത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ആത്മവിശ്വാസം സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അല്ല, അത് ഫലമാണ്. ആവർത്തിച്ചുള്ള പ്രവൃത്തികളിലൂടെയാണ് മനസ്സ് രൂപപ്പെടുന്നതെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. പുതിയൊരു ജീവിതത്തിലേക്കുള്ള വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ വഴി പ്രവർത്തിക്കുന്നു. ദിവസേന ആവർത്തിക്കുന്ന ചെറിയ പ്രവൃത്തികൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റിയെഴുതുന്നു. 30 ദിവസത്തിനുള്ളിൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ ആഴ്ച നിങ്ങൾ ബുദ്ധിമുട്ടുന്നു, നിങ്ങളുടെ മനസ്സ് ചെറുക്കുന്നു, ഒഴികഴിവുകൾ ഉച്ചത്തിൽ ഉയരുന്നു. ഇത് സാധാരണമാണ്. രണ്ടാമത്തെ ആഴ്ച പ്രതിരോധം കുറയുന്നു, നിങ്ങൾ അല്പം ശക്തരാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ ആത്മവിശ്വാസം വളരാൻ തുടങ്ങുന്നു. മൂന്നാമത്തെ ആഴ്ച നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ ഒരു മാറ്റം ശ്രദ്ധിക്കുന്നു, നിങ്ങൾ കൂടുതൽ നിയന്ത്രണത്തിലാണെന്ന് തോന്നുന്നു, നിങ്ങളുടെ ശ്രദ്ധ മെച്ചപ്പെടുന്നു. നാലാമത്തെ ആഴ്ച നിങ്ങൾ ഇനി ഇതുവരെയുള്ള വ്യക്തിയാണെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്കിനി മോട്ടിവേഷൻ ആവശ്യമില്ല, അച്ചടക്കം നിങ്ങളുടെ സ്വഭാവമായി മാറാൻ തുടങ്ങുന്നു. ജീവിതങ്ങൾ ഇങ്ങനെയാണ് മാറുന്നത്.
നിശബ്ദമായി, സ്ഥിരമായി, ദിവസേന. ശീലത്തിൻ്റെ ഉദാഹരണങ്ങൾ: 20 മിനിറ്റ് നേരത്തെ ഉണരുക, ഒരു നല്ല പുസ്തകത്തിൻ്റെ 2 പേജുകൾ വായിക്കുക, 10 മിനിറ്റ് വ്യായാമം ചെയ്യുക. ഇന്ന് ഒരു മോശം ശീലം ഒഴിവാക്കുക. നിങ്ങൾ മാറ്റിവെക്കുന്ന ജോലി ചെയ്യുക. ചെറുത്, ലളിതമായത്, എന്നാൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. തത്വചിന്തകനായ സ്റ്റോയിക്സ് വിശ്വസിച്ചത്, നമ്മൾ ആവർത്തിച്ച് ചെയ്യുന്നത് നമ്മൾ ആയിത്തീരുന്നു. നമ്മൾ ആസൂത്രണം ചെയ്യുന്നതല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മൾ ചെയ്യുന്നത് നമ്മളായിത്തീരുന്നു. മിക്ക ആളുകളും നിങ്ങളോട് പറയാത്ത സത്യം ഇതാണ്: നിങ്ങളുടെ ജീവിതം പെട്ടെന്ന് മാറില്ല, എന്നാൽ നിങ്ങൾക്ക് ദിവസവും മാറാൻ കഴിയും. പൂർണ്ണത കൈവരിക്കാൻ ലക്ഷ്യമിടരുത്, 30 ദിവസത്തേക്ക് സ്ഥിരത പുലർത്താൻ ലക്ഷ്യമിടുക. ഒരു ചെറിയ വാഗ്ദാനം സ്വയം നൽകുക, എന്നിട്ട് അത് പാലിക്കുക. ദുർബലമായ മനസ്സുകൾ ശക്തരാകുന്നത് ഇങ്ങനെയാണ്. സാധാരണക്കാർ അച്ചടക്കമുള്ളവരാകുന്നത് ഇങ്ങനെയാണ്. ഭാവികൾ കെട്ടിപ്പടുക്കുന്നത് ഇങ്ങനെയാണ്. ഓർക്കുക, ഇന്ന് നിങ്ങൾ പരിശീലിക്കുന്ന ശീലമാണ് നാളെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം. അച്ചടക്കം പാലിക്കുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മുന്നോട്ട് പോകുക. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യുമ്പോഴും ഹൈപ്പ് ചെയ്യാൻ മറക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലർക്കും അറിയില്ല. നിങ്ങൾ ഹൈപ്പ് ചെയ്യുന്നതാണ് ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കാനും ഒരുപാട് പേരിലേക്ക് എത്താനുമുള്ള വഴി. കമൻറ്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഒന്ന് നീക്കിയാൽ ഈ ഹൈപ്പ് ബട്ടൺ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്കുള്ള സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.